ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വൈശല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 35 സങ്കീർത്തനം ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 35 സങ്കീർത്തനം ദാവീദിനാൽ വിരചിതമാണ്. മറ്റു പല സങ്കീർത്തനങ്ങളെ പോലെ പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും ചില ഖണ്ഡങ്ങൾ ഹൃദയപൂർവ്വം ഇതിലുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സങ്കീർത്തനക്കാരന് ഒത്തിരി പരാതിയൊക്കെ ഉണ്ട്. തന്നോട് എതിർക്കുന്നവരോട് ദൈവമേ നീ എതിർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. താൻ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ അസഹനീയമാണ്, സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സങ്കീർത്തനങ്ങളുടെ പൊതു സ്ട്രക്ചർ പോലെ, കോമൺ സ്ട്രക്ചർ പോലെ തിരിച്ചറിവ് പ്രാപിക്കുന്നു. നശീകരണത്തിൽ നിന്ന് മറ്റുള്ളവരെ വീണ്ടെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം ജീവിതത്തിൽ കയറി ഇറങ്ങേണ്ട ഒരു പാതയാണ്. നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു പാതയാണ്. പരാതികളുള്ള ഒരു സമയം നമുക്കുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഒരു നിശ്ചിത സമയം വരെ നമുക്ക് ഓർത്തോണം. ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ നമ്മൾ കരച്ചില്ല, എല്ലാത്തിനും വേണ്ടി കരച്ചില്ല, നിർബന്ധങ്ങളാണ് നമുക്ക്. എനിക്കത് വേണം, അത് വേണം, അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കും. ആരുടെയും കാര്യങ്ങളൊന്നും നോക്കത്തില്ല, പേരൻസിൻ്റെ പ്രയാസം നോക്കത്തില്ല, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നോക്കത്തില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കും. എനിക്കത് തരണം, അത് തരണമെന്ന് പറയും. അടുത്ത 2ാമത്തെ ഘട്ടമാകുമ്പോഴത്തേക്ക് ചോദിക്കുന്നതിൻ്റെ എണ്ണം കുറയും. ചോദിക്കും നമ്മൾ, പക്ഷേ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. നേരത്തെ ചോദിക്കുന്ന എല്ലാം ചോദിക്കത്തില്ല. ഇപ്പം ചോദിക്കുന്നത് ചെറുപ്പത്തിൽ ചോദിച്ച ബലൂണും മുട്ടായി ഒന്നും ആയിരിക്കത്തില്ല. ഇച്ചിരി കൂടെയൊക്കെ വേറെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ എണ്ണം കുറയും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കാൻ തോന്നത്തില്ല. കാരണം നമ്മൾ തന്നെ അതൊക്കെ വാങ്ങിച്ചെടുക്കണം, നമ്മൾ തന്നെ നേടിയെടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ജോലി ചെയ്യണം. അപ്പം നമ്മൾ ജോലി ചെയ്ത് നമ്മൾ വാങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ പഴയ കാലത്ത് വാങ്ങണമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും വാങ്ങാതിരിക്കും. നമുക്കതൊന്നും വേണ്ട. കാരണം നമുക്ക് വേറെ ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്തോണം, ഇപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കുന്നേ ഉള്ളൂ. മറ്റാരുടെയൊക്കെയോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഭാര്യയുടെയായി, പിള്ളേരുടെയായി, അവരുടെ കാര്യങ്ങൾ. അപ്പോൾ അവർ പറയുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കാതെ അത്യാവശ്യത്തിലുള്ളത് വാങ്ങിച്ചു കൊടുക്കുക. ഇത് വേണ്ട എന്ന് പറഞ്ഞ് പഴയ കാലത്ത് നമ്മളുടെ പേരൻസ് നമ്മളെ ശാസിച്ചതുപോലെ നമ്മൾ ശാസിക്കുക. ആ ഒരു തലത്തിലോട്ട് പോകും. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു റെട്രോസ്പെക്ഷനിലോട്ട് പോവുക, തിരിച്ചു പോവുകയാണ്. ആ ഒരു തലമെന്ന് പറയുന്നത് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണം. നമുക്ക് മറ്റൊന്നുമല്ല, പിടിച്ച് നടത്തപ്പെടാൻ, ആഹാരം കൊണ്ടുതരാൻ, എന്തെങ്കിലും സാധനങ്ങൾ അടുത്ത് കൊണ്ടുവരാൻ. അപ്പം ജീവിതം ഇങ്ങനെ ഒരു സൈക്ലിക്കൽ മൂവ്മെൻ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആണ്. സങ്കീർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെയൊക്കെയാണ് കേട്ടോ. ഈ അവസാന ഘട്ടമാകുമ്പോഴത്തേക്ക് നമ്മളുണ്ടല്ലോ, ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് തത്വചിന്തകരായിട്ട് മാറ്റപ്പെടുക. ഇതെല്ലാം മാറി ഉപദേശകരായിട്ട് മാറ്റപ്പെടും. ചിലതൊക്കെ ഓർത്ത് നമ്മൾ ചിരിക്കും, പൊട്ടിച്ചിരിക്കും. എന്തൊരു അർദ്ധരാഹിത്യമാണ് ഇതൊക്കെ നടക്കുന്നത്. ചിലർ പണത്തിനും പ്രതാപത്തിനും വേണ്ടിയൊക്കെ ഓടി നടക്കുന്നത് കാണുമ്പോൾ, പണമൊക്കെ ഒത്തിരി സമ്പാദിച്ച ചിലരുണ്ട്, അധികാരത്തിലൊക്കെ ഇരുന്ന ചിലരുണ്ട്. അവരോർക്കും ഭോഷന്മാർ എന്തോ ഓട്ടമാണ് ഓടുന്നത്. നോക്ക്, ഞാനിതൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെയൊക്കെ അർദ്ധരാഹിത്യം മനസ്സിലായി. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞതുപോലെ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് എന്നെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, മറ്റൊന്നും ചെയ്യണ്ട. ശവപ്പെട്ടിയുടെ വെളിയിലോട്ട് എൻ്റെ 2 കൈകൾ വെറുതെ വെളിയിലോട്ട് നിട്ടാൽ മതി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ലോകം കാണിട്ട് ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോകുക. അത് ജീവിതത്തിൻ്റെ വേറൊരു തലമാണ്. ഇവിടെ അതുപോലെ സങ്കീർത്തനക്കാരന് പലതരത്തിലുള്ള യാചനകൾ ദൈവസന്നിധിയിൽ നടത്തുകയാണ്. ഈ സങ്കീർത്തനവും നമ്മൾ ഹൃദയപൂർവ്വം ഒന്ന് വായിക്കണം. 35 സങ്കീർത്തനം. പരാതികളൊക്കെ ഉള്ളവർ പരാതി പറഞ്ഞു, നിലവിളിക്കേണ്ടവർ നിലവിളിക്കണം. മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കണം. നമ്മൾ ഓർത്തോണം, ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പാടി പ്രാർത്ഥിച്ചു പോകുമ്പോൾ പരാതിയില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകും. മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം. അവർ വേറെ പലതും നമുക്ക് പറഞ്ഞു തരും, ദുരാലോചനകൾ പറഞ്ഞു തരും. ഇവിടെ
ദുരാലോചനകളില്ലാതെ തെറ്റിപ്പോകാതെ ഒരു വിശ്വാസി, ഒരു നല്ല മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അത് ഏത് മതത്തിൽപ്പെട്ടവർക്കും പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇവിടെ 35 സങ്കീർത്തനം ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. നീ പരിചയും പലകയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് ലജ്ജിച്ചു പോകട്ടെ. അവർ കാറ്റിന് മുന്നിലെ പതിര് പോലെയാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. ഈ ആദ്യത്തെ വാക്യങ്ങൾ ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഉയരുന്ന ചില പരാതികളും പരിഭവങ്ങളുമാണ്. മറ്റാരോടും പറയാൻ പറ്റത്തില്ലെങ്കിലും അതൊക്കെ ദൈവത്തോട് പോയി പറയുകയാണ്. ദൈവത്തോട് പറയുന്നതിന് ചില കണക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓർക്കും നമുക്ക് ദൈവത്തോട് എന്തും പറയാം. പക്ഷേ ദൈവം തമ്പുരാൻ തിരിച്ച് നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവനെ അങ്ങോട്ട് പറയാവൂ. പരാതികളും പരിഭവങ്ങളും പറയാവൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നോട് വാദിക്കുന്നവരോട് ദൈവമേ നീ വാദിക്കണം, എന്നോട് പൊരുതുന്നവരോട് പൊരുതണം എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ, എനിക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുന്നവർ, എനിക്കെതിരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നവർ, ദൈവമേ നീ വന്ന് എനിക്ക് വേണ്ടി വാദിക്കണം, എനിക്ക് വേണ്ടി ന്യായം പാലിക്കണം. ഇതിൻ്റെ ഒരു ഫിസിക്കൽ തലമത, ഭൗതികമായ തലമത. എന്നോട് വാദിക്കുന്നവരോട് ദൈവമേ നീ വാദിക്കണമേ. പക്ഷേ അതിൻ്റെ ആഴത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, മറ്റു ചില ഭാവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവമേ എനിക്ക് വാദിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു, ന്യായീകരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു, എനിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടുകൂടി ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ വാക്കുകളില്ലാതെ പോകും. പലരും നമ്മളോട് ചോദിക്കും, എന്താ നടന്നത്, അതിൻ്റെ സത്യം എന്താ എന്ന് പറഞ്ഞ്. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്നേഹമുള്ളവരൊക്കെ ചോദിച്ചെന്നിരിക്കും. പക്ഷേ നമുക്ക് മറുപടി പറയാനില്ല. ചിലരോടൊക്കെ നമ്മൾ പറയും, എന്താ കേട്ടത്, അത് വിശ്വസിച്ചോ, കേട്ടില്ല, എന്നാൽ പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ഇഷ്ടക്കേടോട് ചോദിച്ചെന്നിരിക്കും. ചില പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും നമ്മളുടെ മുകളിലോട്ട് വന്ന് കയറും. പല കാര്യങ്ങൾ അടച്ചാക്ഷേപിക്കും. എടുക്കാത്തത് എടുത്തെന്നും പറയാത്തത് പറഞ്ഞെന്നും ചെയ്യാത്തത് ചെയ്തെന്നും ഒക്കെ പലരും നമ്മളെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. അത്തരം സാഹചര്യത്തിൽ അകപ്പെട്ടുപോയ ഒരു സാധാരണ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലവിളിയാണ് ദാവീദും ഇവിടെ നടത്തുന്നത്. ദൈവമേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എൻ്റെ ദൈവമേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. അതിൽ പ്രതികാരത്തിൻ്റെ അംശമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് അതിൻ്റെ ഹീബ്രു പരിഭാഷയിൽ നോക്കിയപ്പോഴും എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാദിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ എന്നോട് വാദത്തിന് വേണ്ടി മുൻപോട്ട് വരും. നീ അങ്ങനല്ലേ, നീ ഇങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം മറുപടി പറയാനില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓർത്തോണം. മറ്റുള്ളവരോട് വാദിക്കേണ്ട സമയത്തിന് പകരം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വാദിച്ചോളൂ. വെറുതെ തർക്കിച്ച് സമയം കളയരുത്. ചില മനുഷ്യരോടൊന്നും ആവശ്യമില്ല സംസാരിക്കാൻ പോകരുത്. നമ്മൾ ഒത്തിരി ബലഹീനരായി പോകും, ഒത്തിരി കുറവുള്ളവരായി പോകും. ചിലപ്പോൾ പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഒരു കാര്യം ചിന്തിച്ചോണം. ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്താവുമായിട്ടായിരിക്കും തർക്കമുള്ളത്, വാദങ്ങൾ നടത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറിവിളിയായി, ഭിന്നതകളായി, അടിയും പിടിയുമായി അതങ്ങ് കൂടും. ചില സമയത്ത് അപ്പനും മക്കളും തമ്മിലായിരിക്കും. ബുദ്ധിയുള്ള ആരെങ്കിലും പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കണം, ആരെങ്കിലും ശബ്ദം ഉയർത്തുമ്പോൾ നിങ്ങളും ശബ്ദം ഉയർത്താൻ പോകരുത്. ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അല്പസമയത്തേക്ക് ബന്ധുവീടുകളിൽ പോയാലും കുഴപ്പമില്ല, മറ്റെവിടെയെങ്കിലും പ്രാർത്ഥനാലയങ്ങളിൽ പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അധികം മിണ്ടാതെ അങ്ങ് മാറിപ്പോയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ കുടുംബം നമ്മൾ അറിയാത്ത രീതിയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. പല വീടുകളിലും പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ബന്ധുമിത്രാദികളെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, പിള്ളേരെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തോ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് ഒന്നും നടക്കാതെ പോകുന്നത്.
ചിലയിടത്തൊക്കെ നമ്മൾ പറയത്തില്ലേ, വെട്ടിക്കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, ഇറക്കി വിടുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. ചിലപ്പോൾ ബുദ്ധികേട് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തെറിയുന്നതായിരിക്കും. അതേതെങ്കിലും തലയിലോ വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് വേണേലും സംഭവിക്കാം. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ അല്പം പിന്മാറി നിൽക്കുന്നത് നല്ലതാണ്. പിൻവലിഞ്ഞ് നിൽക്കുന്നത്, ഉൾവലിഞ്ഞ് നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും തകർന്നിരിക്കുന്നവർ ഒരുപക്ഷെ പ്രതികാരത്തിൻ്റെ മണമാണോ ആത്മീയതയുടെ പൂർണ്ണതയാണോ എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ദാവീദ് പറഞ്ഞ അതേ വാചകം, ദൈവമേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. എനിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് മറുപടി കൊടുക്കാനില്ല, എനിക്ക് ആലോചിക്കാനില്ല, എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം വാദത്തിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള ലോ പോയിൻറ്റ്സ് ഇല്ല, വാദിക്കുവാനുള്ള ആശയങ്ങളില്ല, എനിക്കൊന്നുമില്ല. നീ എനിക്ക് വേണ്ടി ഒന്ന് വാദിക്കണം. ദൈവത്തെ ഒരു അഡ്വക്കേറ്റായിട്ട് വിളിച്ചു വരുത്തുകയാണ്. അതായത് വാദിക്കുവാനുള്ള വാദിഭാഗത്തിൻ്റെ അഡ്വക്കേറ്റായിട്ട് വിളിച്ചു വരുത്തുകയാണ്. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയുടെ ഒരു പൂർണ്ണത നമ്മൾ കണ്ടു നോക്കണം. അതായത് ദൈവത്തെ വിളിച്ചു വരുത്തുകയാണ്, തൃത്വ ദൈവത്തെ വിളിക്കുക. എനിക്ക് വേണ്ടി വാദിക്കണം, എനിക്ക് വേണ്ടി എന്തൊക്കെ വാദിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കേസിലൊക്കെ അകപ്പെട്ടാൽ നമ്മളൊരു വക്കീലിനെ വയ്ക്കും. ആ വക്കീലിന് നമ്മുടെ പോയിൻറ്റ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വക്കീൽ ഓരോ കാര്യങ്ങൾ ചോദിക്കും, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ചോദിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ന്യായീകരിക്കാൻ എന്തൊക്കെ പോയിൻറ്റ്സ് വേണമെന്ന് ചിന്തിക്കും. ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. കൊച്ചു കാര്യങ്ങൾ പോലും ന്യായീകരിക്കപ്പെട്ടു പറയും. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന പഴയ സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തിൽ മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രത്തിന് പത്മശ്രീ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു കഥയുണ്ടാക്കുന്ന കഥാപാത്രത്തെ നിങ്ങൾ മറന്നു കാണത്തില്ല. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് വളരെ രസാവഹമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ വ്യക്തി, ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി പഴയ കാലത്ത് പട്ടിണിപ്പാവങ്ങളോട് ചെറുപ്രായം തൊട്ട് തന്നെ ഒരുപാട് സഹാനുഭൂതി പുലർത്തിയിട്ടുള്ള ഒരാളാണ്. ഒരു കഥയുണ്ടാക്കുക. അപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അതിൻ്റെ അകത്തിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെടാ, എൻ്റെ വല്യമ്മ ഭക്ഷണം എടുത്ത് പാവം പിടിച്ചവന് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കല്ലും മണ്ണും വാരിയിട്ടിട്ട് പോയില്ലേ. മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അടുത്ത സ്റ്റെപ്പ്, പണ്ട് വലിയ ബാബറി മസ്ജിദ് പ്രശ്നമുണ്ടായപ്പോൾ ഈ ഫ്രാൻസിസ് പുണ്യാളൻ അന്ന് മതമൈത്രിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ വീണ്ടും ചിന്തിക്കുന്നു, ഇന്നസെൻ്റ് അവതരിപ്പിച്ച കഥാപാത്രം അവിടുത്തെ കുടമാറ്റത്തിന് വേണ്ടി, പൂരത്തിന് വേണ്ടി സഹായം ചോദിച്ചപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുട മാറി കളിക്കുമല്ലേ എന്ന് പറഞ്ഞ ഒരു കോമഡി സീൻ. അപ്പോൾ ഇന്ന് കഥകൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ഭൗതികമായൊരു വക്കീലിനെ വെച്ചാൽ കൊലപാതകിയാണെങ്കിൽ പോലും അയാൾ നമ്മളെ പുണ്യാളനാക്കി മാറ്റും, പരാതി കൊടുക്കുന്നവനെ കൊലയാളിയാക്കി മാറ്റും. ഇന്നത്തെ കാലഘട്ടം അതാണ്. പക്ഷെ അത്രയൊന്നുമല്ല, ആ തലമല്ല. ഇവിടെ ഓർത്തോണം, അങ്ങനെയുള്ളൊരു അഡ്വക്കേറ്റിനേക്കാൾ ഉപരി പറയാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന, സംസാരമില്ലാതിരിക്കുന്ന, ആശയമില്ലാതിരിക്കുന്ന എനിക്ക് വേണ്ടി നീ ഒരു അഡ്വക്കേറ്റിനെ പോലെ വർദ്ധിക്കണം. ദൈവമേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. പക്ഷേ പ്രതികാരത്തോടെയല്ല. കർത്താവേ, എനിക്ക് മറുപടി ഒന്നും പറയാനില്ല, നീ മറുപടി കൊടുത്താൽ മതി, വെളിപ്പെടുത്തി കൊടുത്താൽ മതി. ചിലപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കത്തില്ലയോ, ദൈവമേ നീ ഒരു സത്യം അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുക, എന്തിനാ മറച്ചു വെച്ചേക്കുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളുടെ മുകളിൽ എന്തൊക്കെ ആരോപണങ്ങൾ പറയുമെന്നറിയാമോ? നമ്മളെ കൊലപാതകികളാക്കും, പീഡന വീരന്മാരാക്കും, അധാർമികതയിൽ ജീവിക്കുന്നവരാക്കും, നന്മ മാത്രം ചെയ്താലും എല്ലാവരെയും സഹായിച്ചാലും അവസാനം കല്ലേറ് മാത്രം കിട്ടും. അത്തരം സാഹചര്യം വരുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമേ നീ ആരെ ശിക്ഷിക്കണ്ട, ആരെ ഉപദ്രവിക്കണ്ട, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. പച്ച മനുഷ്യരെ പോലെ, ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നീ എനിക്കൊരു നല്ല വക്കീലായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു, എൻ്റെ രക്ഷകനായതുകൊണ്ട് എനിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഒരുപക്ഷെ ഞാനങ്ങ് ചിന്തിക്കുകയാണ്, ഞാൻ ചിന്തിക്കണം, നമ്മളോട് വാദിക്കാൻ വരുന്നവർ നമ്മളോട് നശിപ്പിക്കാനൊന്നും ആയിരിക്കണമെന്നില്ല. അറിവില്ലാതായിരിക്കാം അവരൊക്കെ നമ്മളോട് വാദിക്കാൻ വരുന്നത്. അവർ കേട്ട തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം നമുക്കെതിരായിട്ട് ഓരോരോ ഫേസ്ബുക്ക് പോസ്റ്റും വാട്സാപ്പിലൂടെ മെസ്സേജുകളുമൊക്കെ ഇട്ട് നമ്മളെ അവഹേളിക്കുന്നത്, തെറി വിളിക്കുന്നത്. അല്ലെങ്കിൽ വലിയ ചാനലുകാർ അവിടെ ഇരുന്നു കൊണ്ട്, അവരുടെ സുഖകരമായ കാലാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അരുതാത്ത കള്ളത്തരങ്ങൾ വിളിച്ചു പോകുന്നത്.
ശാപഹേതുവായ വാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദൈവമേ നീ അവരോട് വാദിച്ചാൽ മതി. അവരോട് വാദിക്കുക എന്ന് വെച്ചാൽ അവർ ശക്തമായിട്ട് വാദിക്കുകയാണല്ലോ, അറിയാത്ത കാര്യം ന്യായമാണെന്ന് പറഞ്ഞ് വാദിക്കുകയാണല്ലോ. നീ വെളിപ്പെടുത്തി കൊടുത്താൽ മതി. സ്വപ്നത്തിലൂടെയോ ആലോചനയിലൂടെയോ ജീവിത പന്താവിലൂടെയോ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്താൽ മതി. ദൈവമേ എൻ്റെ കുഞ്ഞ് നിരപരാധിയാണ്. എടാ മകനെ, നീയും എൻ്റെ മകനാ. അവനോട് കൂടുതൽ അവന് ഉപദ്രവം ഉണ്ടാക്കണ്ട നീ, കാരണം അവൻ സാധുവാണ്, അവൻ ഇതിലൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ദാവീദും അത്രേ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ വാദിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യേണ്ട കോണം ദാവീദ് ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒന്ന് വാദിച്ച് അവനെ തിരുത്തിയാൽ മതി. ചിലപ്പോൾ വാദത്തിൻ്റെ പൂർണ്ണതയിൽ എതിരായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരുടെ മുനകൾ ഒടിഞ്ഞു പോയെന്ന് വരാം, നിശബ്ദരായെന്ന് വരാം. കാരണം അവർ വാദിക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലായെന്ന് വരാം. തെറ്റായിട്ട് വാദിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ദൈവമേ നീ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ആവശ്യമില്ലാതെ അവർ വാദിക്കുന്നതിന് പകരം വേറെ ന്യായത്തോടെ പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പിന്നാലെ പോകുവാൻ പ്രേരണ കൊടുക്കണം. അതുകൊണ്ട് വീണ്ടും പറയട്ടെ, യഹോവ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്ന് ദാവീദ് പറയുമ്പോൾ അതിൻ്റെ വേറൊരു തലം കൂടിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നമുക്ക് വാദിക്കാൻ ശക്തിയോ ബലവുമോ ഇല്ല, ആരോഗ്യവും സന്തോഷവുമില്ല, സമയമില്ല. ആ വാദിക്കുന്ന സമയത്തിന് പകരം വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എങ്കിലും ദൈവമേ, ഒരുപക്ഷെ എൻ്റെ സഹോദരൻ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം എന്നോട് വാദിക്കുന്നത്. ആ തെറ്റിദ്ധാരണ നീ അവനൊന്ന് മാറ്റിക്കൊടുത്താൽ മാത്രം മതിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പറയുന്നു, എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. വാദിക്കുന്നവരോട് വാദിക്കണമേ എന്ന് പറഞ്ഞിട്ട് പൊരുതുന്നവരോട് പൊരുതേണമേ എന്ന് പറയുന്നു. ദാവീദ് ഒരു രാജാവും കൂടിയായിരുന്നല്ലോ. ഒരുപാട് യുദ്ധമേഖലകളൊക്കെ ദാവീദിനുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ, അന്നത്തെ ഇസ്രായേലിൻ്റെ ഒരു വിശ്വാസം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവർ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതല്ല. അവരെ ആക്രമിക്കുന്നവരോട് ദൈവം യുദ്ധം ചെയ്യുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിജയം പ്രാപിക്കുന്നു. അവർ വളരെ പടയാളികൾ കുറവാണെങ്കിലും അംഗസംഖ്യ കുറവാണെങ്കിലും ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അവർക്ക് വേണ്ടി പൊരുതുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ദാവീദ് ആ ഒരു തലം കൂടി നിന്നുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ രാജ്യത്തിന് സമാധാനം കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം. അതുകൊണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷകനായി, യഥാർത്ഥ രാജാവായി, ദ റിയൽ പ്രൊട്ടക്ടറായി ദൈവമേ ഞാൻ നിന്നെ അങ്ങ് ഏൽപ്പിക്കുകയാണ്, നിന്നെ ചുമതലപ്പെടുത്തുകയാണ്. എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ചിലരൊക്കെ പൊരുത് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. എത്തേണ്ട മേഖലയിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. ദാവീദ് തുടർന്ന് പറയുന്ന വാചകം കൂടി പറയുമ്പോഴേ അതിന് പൂർണ്ണതയുള്ളൂ. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. അതായത് യുദ്ധത്തിൽ ഒരുവൻ പോരടിക്കുക എന്ന് പറയുമ്പോൾ പരിചയം അവന് എടുക്കണം, പലക അവൻ എടുക്കണം. വാളും പരിചയം അവനവൻ തന്നെ എടുക്കണം, മറ്റൊരുത്തൻ എടുത്താൽ പറ്റത്തില്ല. ദാവീദ് എന്തുകൊണ്ടാണ് പറയുന്നത്, നീ പരിചയം പലകയും പിടിച്ച് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഒരു പരിച പിടിക്കാൻ പോലുമുള്ള ശേഷി എനിക്കില്ല ദൈവമേ. ഒരു വാളെടുത്ത് യുദ്ധം ചെയ്യാനുള്ള ശേഷി എനിക്കില്ല. ഞാനിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയത്തില്ല, ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ ദൈവമേ. എനിക്കും ചുറ്റും എൻ്റെ പരിചയായും പലകയായും വാളായും ഒക്കെ നീ തന്നെ ഉണ്ടാകണം. അതിനുപോലുമുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ചില പ്രത്യേക സമയത്ത് നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മുടേതായിട്ടുള്ള കഴിവങ്ങ് നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും ഭയങ്കര ക്ഷീണം, ഒന്നും അങ്ങോട്ട് ചെയ്യാൻ തോന്നത്തില്ല. നിങ്ങളിൽ പലരും ഒത്തിരി മിടുക്കരായിരുന്നു, ഒരു കാലത്ത് നല്ല വ്യാപാരികളായിരുന്നു. ഒരിക്കലും ആരും ചെയ്യാത്തത് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രേരണയുണ്ടായിരുന്നു. ഞാൻ വിജയിക്കുമെന്നൊരു ഉറപ്പുണ്ട്. ചിലരൊക്കെ ഇപ്പം പറയും, ചില അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ഇനി അതിനൊന്നും പോകുന്നില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്, ആയതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, കച്ചവടം നടത്താൻ പറ്റത്തില്ല, വിദേശത്ത് പോകാൻ പറ്റത്തില്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, പൊതുകാര്യത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെ ഒറ്റ കാര്യത്തിൽ പോലും എനിക്ക് പറ്റുന്നില്ല. നമ്മളൊക്കെ ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കാറില്ലേ? ചിലപ്പോൾ പിള്ളേർ പറയും, ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഓർമ്മയെ നിൽക്കുന്നില്ല, പരീക്ഷ എഴുതാൻ വയ്യ, അഭിമുഖീകരിക്കാൻ വയ്യ. അപ്പം എല്ലാത്തിൽ നിന്നും അവരങ്ങ് ഒരു ഇൻട്രോവേർട്സായിട്ട് പോകുകയാണ്. ഒന്നും ചെയ്യാൻ തക്കവണ്ണം അങ്ങോട്ട് പറ്റുന്നില്ല. എനിക്കൊരു ആരോഗ്യമില്ല, ഒരു മനഃശക്തിയില്ല, ഉറക്കം പോലുമില്ല.
എല്ലാവരെയും പേടിയാണ്, ആരെയും വിശ്വാസമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോലുമുള്ള നാവ് ചലിപ്പിക്കാൻ പോലും പറ്റാതെ വരും. ഭക്ഷണം പോലും രുചിയോടെ കഴിക്കാൻ പറ്റാതെ വരും. ചിലരൊക്കെ പറയും, നാക്കിന് രുചിയില്ല, ഒന്നും വേണ്ട, വെറുതെ കിടക്കുക. ചിലരൊക്കെ കുറേ ദിവസങ്ങളായിട്ട് എഴുന്നേൽക്കാതെ കുടിച്ച് തന്നെ കിടക്കുന്നവരുണ്ട്. അങ്ങ് അഡിക്റ്റഡായി പോയവരുണ്ട്. അതുകൊണ്ട് ഹൃദയംഗമായിട്ട് ഞാൻ ഒരു കാര്യം ചിന്തിക്കണം, പ്രാർത്ഥനയോട് ചിന്തിക്കണം. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു പറയുകയാണ്, ദൈവമേ, എനിക്ക് നീ പരിചയും പലകയും പിടിച്ച് എന്നോട് വാദിക്കുന്നവരോടും എന്നോട് പൊരുതുന്നവരോടും നീ പൊരുതണം. അങ്ങനെ തളർന്നു കിടക്കുന്ന അവസരത്തിലാണ് ചിലർ വാദിക്കാൻ വരുന്നത്, എന്നോട് പൊരുതാൻ വരുന്നത്. നമ്മൾ തന്നെ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒത്തിരി ബലഹീനരാകുമ്പോഴാണ് പ്രിയമുള്ളവർ എല്ലാവരും അങ്ങ് നമുക്കെതിരാകുന്നത്. അല്പശക്തിയായിട്ട് നിൽക്കുന്ന ഉടനെ അത്രയും പേര് വരത്തില്ല. നമ്മൾ പറയത്തില്ല, വീണ് കിടക്കുന്നവൻ്റെ മുകളിൽ അത് ആനയാണെങ്കിലും അടിപറ്റി കിടന്നാൽ അതിൻ്റെ ശരീരത്തിലേക്ക് വിഷജാതികൾ ഉൾപ്പെടെ കയറും. മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണത്തോടടുത്ത് കഴിഞ്ഞാൽ, ജീവൻ ഉണ്ടെങ്കിൽ പോലും ശ്വാസം വലിച്ച് കിടക്കുന്ന ജീവിയിലേക്ക് വണ്ടുകളും പരാതങ്ങളും ഒക്കെ ഓടിക്കൂടും, ജീവനോടുണ്ടെങ്കിൽ തന്നെയും. കാരണം അത് മരിക്കാറായെന്ന് അവർക്കറിയാം. നമ്മളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഓടി വരും. അപ്പം നമ്മൾ തന്നെ ഓർത്തോണം, ഞാൻ വീണു പോകുന്നു, അതാ പരാതങ്ങൾ ഓടിയെടുക്കുന്നു, ദുഷ്ടശക്തികൾ, ഹിംസ്രശക്തികൾ മാംസം തിന്നാൻ ഓടിയെടുക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപ്പച്ചാ, എനിക്ക് നീ പരിചയമാകണമേ, എനിക്ക് വേണ്ടി പൊരുതണമേ, വാളും പരിചയം പിടിച്ച് നീ എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ. പലപ്പോഴും ഞാൻ തട്ടഹസിച്ചിട്ടുണ്ട്, എൻ്റെ വാൾ എനിക്ക് തുണ, എൻ്റെ പരിചയം എനിക്ക് തണല്. വാളും പരിചയമുണ്ടെങ്കിലും വാളും പരിചയം എടുക്കാൻ പറ്റാതെ പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥകൾ, പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ അവസ്ഥകൾ, അവ നമ്മൾ മനസ്സിലാക്കണം. ചിലർക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ ആകണം. വാളും പരിചയം പിടിച്ച് എഴുന്നേൽക്കണമെന്ന് നമ്മൾ പറയുന്നതോടൊപ്പം ആർക്കു വേണ്ടിയൊക്കെ വാളെടുക്കണോ, പരിചയം എടുക്കണോ, നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതം ചിലപ്പോൾ ഹോമിക്കപ്പെടും, പ്രതിസന്ധികളൊക്കെ വരും. ചിലരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ദൈവനാമത്തിൽ പരിചയം എടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ പരിചയം എൻ്റെ ദൈവമാണ്. എന്നിലുള്ള കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മീക അനുഭവങ്ങളും ഒരേ സമയം എനിക്ക് പരിചയമായി പലകയായിട്ടുണ്ട്. അതാണ് അതിൻ്റെ പൂർണ്ണതയെന്ന് പറയുന്നത്, അർത്ഥപൂർണ്ണതയെന്ന് പറയുന്നത്. എൻ്റെ കർത്താവിൻ്റെ തിരുസ്വരൂപം എന്നിലുണ്ട്, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നെ ഉണ്ടാക്കി. എൻ്റെ കർത്താവ് എനിക്ക് തൻ്റെ ശരീരവും രക്തവും പങ്കിട്ട് തന്നിട്ടുണ്ട്, അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ മൂറോൻ അഭിഷേകം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് നിങ്ങൾക്കും ഒരു പലകയും പരിചയമാണ്. കാരണം നമ്മൾ തളർന്നു പോയാലും മുങ്ങാത്ത നൗകയാണ്. മാമോദീസയെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നതാണ്, മാമോദീസ എനിക്കോർത്താൽ മുങ്ങാത്തൊരു നൗക. നാം സ്വീകരിച്ചിരിക്കുന്ന കൂദാശകൾ അത് നമുക്കൊരു വലിയ പരിചയം. നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകൾ ഒരു വലിയ പരിചയം. നമ്മൾ ചെയ്ത നന്മകൾ അതൊന്നാന്തരം പലകയാണ്. ആ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വീണ്ടും പറയുന്നു, ദൈവമേ, നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ. 35 സങ്കീർത്തനം 3 വാക്യം. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. എന്താണ് അതിൻ്റെ ആഴമേറിയ അർത്ഥം? ദൈവമേ, കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. കുന്തമൂരി അവനെ കുത്തിക്കൊല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല ദാവീദ്. കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്, സഹായിക്കാൻ ആളില്ലാതെ ഓടുകയാണ്, പ്രതിസന്ധികളിലൂടെ കുന്നുകളും മലകളും താണ്ടി ഓടുകയാണ്. ദാവീദ് പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ, അവരെ അന്ധന്മാരാക്കണമെന്ന് പറയുന്നില്ല, തളർത്തിക്കളയണമെന്ന് പറയുന്നില്ല, മാനുഷികമായിട്ട് പറയുക, കുന്തമൂരി അവരുടെ വഴി അടച്ചു കളയണം. എൻ്റെ ദൈവമേ, എനിക്കിനി ഓടി ഒളിക്കാൻ വഴിയില്ല. നിൻ്റെ കയ്യിലുള്ള മഹത്വത്തിൻ്റെ കുന്തമൂരി അവരുടെ വഴിയൊന്ന് തടത്തിക്കളഞ്ഞാൽ മതി. അവരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ ഒന്ന് സംരക്ഷിച്ചാൽ മതി. നമ്മൾ ഓർത്തോണം, നമ്മൾ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരോട് പോരാടാൻ നിൽക്കാതെ, മത്സരിക്കാൻ നിൽക്കാതെ നമ്മളെല്ലാം വിട്ടു. നമ്മൾ നിൽക്കുന്ന സ്ഥലം, നിൽക്കുന്ന പദവികൾ എല്ലാം വിട്ടിട്ട് നമ്മൾ ഓടിയാലും നമ്മളെ പിന്തുടരുന്നവരുണ്ട്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ,
നീ അവരുടെ വഴിയൊന്ന് അടച്ചു കളഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ എൻ്റെ പിറകെ അവർ വരുന്നതിന് പകരം, നമ്മുടെ പിന്നാലെ ഉപദ്രവിക്കാൻ വരുന്നതിന് പകരം അവർ വേറെ വഴി പോകട്ടെ. നീ അവർക്ക് വേറൊരു വഴി കാണിച്ചു കൊടുക്കുക. അവർ രക്ഷപ്പെടട്ടെ. എന്തിനാ എൻ്റെ പുറകെ വന്ന് ചുമ്മാതെ എന്നെ നശിപ്പിച്ച് അവർ നശിക്കുന്നത്? അതിന് പകരം വേറെ നന്മ ചെയ്യാനുള്ള വഴി കാണിച്ചു കൊടുക്കുക. ഒരു വലിയ പ്രാർത്ഥനയാണ് ദാവീദിൻ്റേത്. വീണ്ടും പറയുന്നു, ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്നെൻ്റെ പ്രാണനോട് പറയണമേ. എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ പ്രാണനോട് സംസാരിക്കാൻ പറ്റാത്ത ചില തലങ്ങളുണ്ട്. എൻ്റെ പ്രാണനോട് സംവേദിക്കാൻ പറ്റാത്ത ചില കാര്യമുണ്ട്. നീ എൻ്റെ രക്ഷയാകുന്നു എന്നെൻ്റെ പ്രാണനോട് നീ പറയണം. ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്നെൻ്റെ പ്രാണനോട് സംസാരിക്കണം. ഭൗതികമായി ജീവിക്കുമ്പോൾ എൻ്റെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതുപോലെ തളർന്നുപോയി. കാതു കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, ആരോഗ്യമില്ല. പക്ഷേ എൻ്റെ പ്രാണൻ അത് ശക്തിയുള്ളതാ. ഞാൻ നിൻ്റെ രക്ഷയാകുന്നു. അതായത് അല്ലയോ പ്രാണനെ, അല്ലയോ ആത്മാവേ, നീ വിഷാദിച്ച് ഞരങ്ങണ്ട. ഞാൻ നിൻ്റെ രക്ഷയാകുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്ക്. ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്നെൻ്റെ പ്രാണനോട് പറയണം. എൻ്റെ പ്രാണൻ എന്നിലുണ്ട്. കാരണം പ്രാണഭയത്തോടാണ് നമ്മൾ ഓടുന്നതും നമ്മൾ നിലവിളിക്കുന്നതുമൊക്കെ. ആ പ്രാണനോട് നീ ഒന്ന് പറയണം. കാരണം എൻ്റെ കാതുകൾക്ക്, എൻ്റെ കണ്ണുകൾക്ക്, എൻ്റെ അവയവങ്ങൾക്ക് ശക്തി പോയാലും നീ ഹൃദയംഗമായി എൻ്റെ അന്തരേന്ദ്രിയങ്ങളോട് സംസാരിക്കണം. എൻ്റെ പിന്നാലെ പിന്തുടരുന്ന എതിരാളികൾക്ക് നീ കുന്തം കൊണ്ട് വഴി തടഞ്ഞ് വേറെ വഴി കാണിച്ചു കൊടുക്കുക. നശിപ്പിക്കണമെന്നല്ല. വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, പൊരുതുന്നവരോട് പൊരുതണമേ, പരിചയം പലകയും പിടിച്ച് എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ എന്നൊക്കെ ദാവീദ് പറയുമ്പോൾ പ്രതികാരത്തിൻ്റെയും നാശത്തിൻ്റെയും ആത്മാവിനപ്പുറമായി എല്ലാം നഷ്ടപ്പെട്ടു പോയി വേദനയിൽ അതുപോലെയായിപ്പോയ ഒരു മനുഷ്യൻ്റെ ജീവിത നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എതിരാളികൾ രക്ഷപ്പെട്ടു പൊയ്ക്കൊള്ളട്ടെ, എങ്ങോട്ടെങ്കിലും പോകട്ടെ, അവർക്കും രക്ഷപ്പെടണം. എൻ്റെ പ്രാണനെ ശക്തീകരിക്കണം, എൻ്റെ പ്രാണനെ തണുപ്പിക്കണം. ആ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തെ പിന്തുടരുവാൻ ദൈവം നമുക്ക് ഇട നൽകട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.